അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. പിന്നെ പ്രമോദ് കുമാർ എന്ന ഐഡിയിലുള്ള ശിവനന്ദനയ്ക്കും ഒരു ബിഗ് ഹായ്. താങ്ക് യു. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം അല്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ സന്തോഷമായിട്ട് ചന്ദ്രിക മലയറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സിദ്ധു സാറ് അമേരിക്കയിലേക്ക് പോയിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ മലയറിന് അത്ഭുതവും സന്തോഷവും ഒക്കെ കൂടി അവൾ തുള്ളിച്ചാടി. സന്തോഷം കൊണ്ട് മലര് ചന്ദ്രികയോട് ചോദിച്ചു, അപ്പോൾ ഇനി ഒരിക്കലും സിദ്ധു അമേരിക്കയിലേക്ക് പോവില്ലേ? ചന്ദ്രികയും പറഞ്ഞു, ഇല്ലടി, ഇനി ഒരിക്കലും സിദ്ധു സാറ് നമ്മളെ വിട്ടിട്ട് എവിടെയും പോവില്ല. സിദ്ധു സാറ് ഇനി അങ്ങോട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഹായ്, ഹാപ്പിയായി എന്ന് പറഞ്ഞ് അവൾ തുള്ളിച്ചാടി. എന്നിട്ട് കയ്യിലുള്ള ടോയ് എടുത്തിട്ട് അവളുടെ ചന്ദ്രികയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, അമ്മേ, ഞാൻ ഈ കാര്യം മുത്തശ്ശനോടും ഒക്കെ പറഞ്ഞിട്ട് വരുന്നേ എന്നും പറഞ്ഞ് അവൾ ഓടിപ്പോയി. ചന്ദ്രികയും മലയറിൻ്റെ സന്തോഷം കണ്ട് ഒത്തിരി ഹാപ്പിയായി. എയർപോർട്ടിൽ വെച്ച് അവൻ പ്രണയത്തോടെ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ മനസ്സിലേക്ക് വന്നു. പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയും തട്ടിക്കൊണ്ടുപോകുന്ന മഹേഷിൻ്റെയും മനോഹറിൻ്റെയും കാറാണ്. ശേഷം ചന്ദ്രികയെ കാണിക്കുന്നു. അവൾ കണ്ണാടിയൊക്കെ നോക്കി നാണത്തോടെ നിൽക്കുകയാണ്. അവൾക്കിപ്പോൾ മനസ്സ് നിറച്ചും സിദ്ധുവിനോടുള്ള പ്രണയമാണ്. ശേഷം അവൾ ടേബിളിൽ കമിഴ്ത്തി വെച്ച ഒരു ഫോട്ടോ എടുക്കുകയാണ്. അതിൽ മലരിന് പ്രൈസ് കൊടുക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. സിദ്ധുവും മേഘയും ചന്ദ്രികയും മലരും ഉള്ള ഒരു ഫോട്ടോ. അവളത് സാരിത്തുമ്പ് കൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ആ ടേബിളിൽ വളരെ വൃത്തിയായി വെച്ചു. ഇടയ്ക്ക് സിദ്ധുവിനെയും കൊണ്ട് പോകുന്ന കാറ് സ്പീഡിൽ ഓടിച്ചു പോകുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക കുളിച്ചു വന്നു, വിളക്ക് വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചു, കുറി തൊട്ട് കണ്ണാടിക്ക് മുന്നിൽ കുറച്ചു നേരം നിന്നു. അവൾ ആദ്യമായി അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു. പൊട്ടുവെച്ച് മുടി നന്നായി വൃത്തിയായി പിന്നിയിട്ടു, പൗഡർ ഇട്ടു, കയ്യിൽ വളയണിഞ്ഞു, മുല്ലപ്പൂക്കളെടുത്ത് തലയിൽ വച്ചു. എന്നിട്ട് വീടിൻ്റെ ജനലൊക്കെ തുറന്നിട്ട് സ്വയം ആ ഫീലിൽ അങ്ങനെ നിന്നു. പിന്നെ കാണിക്കുന്നത് സിദ്ധുവിൻ്റെ കൈയും കാലൊക്കെ കെട്ടിയിട്ട് ഒരിടത്ത് കൊണ്ടിട്ടിട്ടാണുള്ളത്. അതിൻ്റെ അടുത്ത് ഒരു ചെയറിൽ മഹേഷ് ഇരിക്കുന്നുണ്ട്. സിദ്ധു ഇപ്പോഴും ബോധരഹിതനാണ്. മഹേഷ് ഫോണെടുത്ത് ചന്ദ്രികയ്ക്ക് കോൾ ചെയ്തു. ചന്ദ്രിക ഫോൺ നോക്കിയപ്പോൾ അറിയാത്ത ഒരു നമ്പറാണ്. അവൾ വേഗം ഫോണെടുത്ത് ഹലോ ചോദിച്ചു. അപ്പുറത്ത് മഹേഷ്, എന്താ ചന്ദ്രികേ, ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ ചന്ദ്രിക, ആരാ നിങ്ങൾ? അപ്പോൾ അപ്പുറത്ത് മഹേഷ്, എന്താ എന്നോടാണോ ആരാന്ന് ചോദിക്കുന്നേ? അതാണ്, പുതിയതായിട്ടൊരാളെ കിട്ടിക്കഴിപ്പോൾ ഭർത്താവിന് തന്നെ മറന്നുപോയി. അത് കേട്ടപ്പോൾ ചന്ദ്രികയുടെ മുഖമൊക്കെ മാറി. അവൾ ചോദിച്ചു, എന്തിനാ എന്നെ ഫോണിൽ വിളിച്ചത്? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോടിനി മിണ്ടാൻ വരണ്ടാന്ന്? ഓ, നീ പറഞ്ഞ ഞാൻ അപ്പം തന്നെ വിടണോ? നിന്നെയും മലരിനെയും ഞാൻ ഒരിക്കലും വിടില്ല. നിന്നോട് ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ചന്ദ്രിക കോൾ കട്ട് ചെയ്തു. മഹേഷ് ദേഷ്യം പിടിച്ച് പിന്നെയും അതിലേക്ക് വിളിച്ചു. ചന്ദ്രിക അത് കട്ടാക്കി കളഞ്ഞു. അവൻ പിന്നെയും വിളിച്ചു. അവളപ്പോൾ കോൾ എടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്തിനാ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ? ഇനിയും എന്നെ കോൾ ചെയ്ത് ശല്യപ്പെടുത്താൻ ഉദ്ദേശമെങ്കിൽ ഞാൻ മഹേന്ദ്രൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. ഏയ്, ഞാൻ പറയാൻ പോകുന്ന കാര്യം ആദ്യം കേട്ടിട്ട് നീ ആരോട് വേണമെങ്കിലും പോയി പറഞ്ഞോ. ചന്ദ്രിക കനപ്പിച്ച്, എന്താ? അപ്പോൾ മഹേഷ്, നിന്റെ കള്ളക്കാമുകനില്ലേ സിദ്ധാർത്ഥ്, അവനിപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയോ? എൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അത് കേട്ട് ചന്ദ്രിക ഞെട്ടിപ്പോയി. ശേഷം അവൾ പറഞ്ഞു, നിനക്കെന്താ വട്ടായോ? അവരെ തൊടാൻ പോലും നിനക്ക് കഴിയില്ല. നിന്നെ അദ്ദേഹം എരിച്ചു കളയും. ഇത് കേട്ട് അല്പം പരിഹാസത്തോടെ മഹേഷ്, അതെ, അവരെന്താ വലിയ സൂര്യനല്ലേ, എന്നെ അങ്ങ് ചൂടോടെ എരിച്ചു കളയാൻ. അവനൊരു ചെറിയ ചെറുക്കനാടി, അവനെ വിശ്വസിച്ച് നീ എന്നെ കളഞ്ഞില്ലേ? ഇപ്പോൾ ഈ നിമിഷം അവൻ്റെ ജീവൻ എൻ്റെ കയ്യിലാ. നീ എന്താ പറയുന്നേ? ചന്ദ്രിക ചോദിച്ചു. ഓ, വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എന്താ ഇപ്പം അവൻ്റെ ശബ്ദം കേൾക്കണോ? ഒരു മിനിറ്റ്, ഇപ്പം കേൾപ്പിക്കാം എന്നും പറഞ്ഞ് അവൻ തറയിൽ കിടന്നിരുന്ന സിദ്ധുവിൻ്റെ കാലിൽ ഞെരിച്ചു ചവിട്ടി. അപ്പോൾ വേദന കൊണ്ട് സിദ്ധു പൊളഞ്ഞ് ആ എന്നൊച്ചയുണ്ടാക്കി. അവൻ മയക്കത്തിൽ ആ ചന്ദ്രികേ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് ചന്ദ്രിക ഞെട്ടിപ്പോയി. അവൾ അങ്ങോട്ട് ഹലോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹേഷ് ഫോൺ എടുത്തിട്ട്, എന്താ മതിയോ? കേട്ടോ,
അപ്പോൾ ചന്ദ്രിക, എടാ നീ സിദ്ധു സാറിനെ എന്താ ചെയ്തിരിക്കുന്നേ? അദ്ദേഹം എന്തിനാ കരയുന്നേ? നീ എന്താ അദ്ദേഹത്തെ ചെയ്തേ? അപ്പോൾ പിന്നെയും പരിഹസിച്ചുകൊണ്ട് മഹേഷ്, നിന്റെ സിദ്ധു സാറ് ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കസ്റ്റഡിയിൽ എൻ്റെ അടുത്താ ഉള്ളത്. ചന്ദ്രിക അന്താളിച്ചു പോയി. അദ്ദേഹത്തെ എന്തിനാടാ പിടിച്ചത്? നിനക്ക് എന്താടാ വേണ്ടത്? അപ്പോൾ മഹേഷ്, ഇതെന്ത് ചോദ്യാ? എനിക്ക് നിന്നെയാണ് വേണ്ടത്. നിന്നെയും മലരിനുമാണ് വേണ്ടത്. അപ്പോൾ ചന്ദ്രിക കരയും പോലെ പറഞ്ഞു, നിന്നോട് എത്ര വട്ടം ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങളെ വിട്ടേക്ക്. പിന്നെയും പിന്നെയും എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. നിന്റെ പെരുമാറ്റം അതിനപ്പുറത്താണ്. അപ്പോൾ മഹേഷ്, ഏയ് നീയാടി എൻ്റെ ലിമിറ്റിനപ്പുറത്ത് പോകുന്നേ. ഞാൻ നിന്നോട് സ്നേഹത്തിലാ ചോദിച്ചത്. അതിനുശേഷം ഭീഷണിപ്പെടുത്തി ചോദിച്ചു, പിന്നെ മർദ്ദിച്ചു ചോദിച്ചു. നീ എൻ്റെ കൂടെ വന്നില്ല. ഇപ്പം നോക്ക്, നിന്റെ സിദ്ധാർത്ഥിനെ ഞാനിങ്ങ് തൂക്കിയെടുത്തു. ഇങ്ങോട്ട് നോക്ക്. ഇപ്പോഴും ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിൽ, നീ ജീവന തുല്യം സ്നേഹിക്കുന്നില്ലേ നിന്റെ സിദ്ധാർത്ഥ്, അവൻ ഏതെങ്കിലും ആറ്റിലോ കുളത്തിലോ അവൻ്റെ ശവം പൊങ്ങും. അത് കേട്ട് ചന്ദ്രിക ഞെട്ടിത്തരിച്ചു പോയി. ഏയ് എടാ, അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ. അത് കേട്ട് കൂടുതൽ വെറുപ്പോടെ മഹേഷ്, നീ ഇങ്ങനെ പറയുന്നില്ലേ, അപ്പോൾ എനിക്ക് അവനെ കൂടുതൽ ചെയ്യണമെന്ന് തോന്നുന്നു. എന്നിട്ട് അതും പറഞ്ഞ് സിദ്ധുവിൻ്റെ കാലിൽ പിന്നെയും ഞെരിച്ചു ചവിട്ടി. സിദ്ധു മയക്കത്തിൽ ബോധമില്ലാതെ അലറിക്കൊണ്ടിരുന്നു വേദന എടുത്തിട്ട്. അത് കേട്ട് ചന്ദ്രിക കരഞ്ഞുകൊണ്ട്, അദ്ദേഹത്തെ എന്തിനാടാ അടിക്കുന്നത്? ഒന്നും ചെയ്യല്ലേ. അപ്പോൾ അതിൽ ത്രില്ല് പിടിച്ച് മഹേഷ്, ഓ ഇവിടെ അടിക്കുമ്പോൾ അവിടെയാണോ വേദനിക്കുന്നേ? ഇങ്ങോട്ട് നോക്ക്. നീ എന്ത് ചെയ്യുന്നോ എങ്ങനെ ചെയ്യുന്നോ എനിക്കൊന്നും അറിയണ്ട. അടുത്ത അരമണിക്കൂറിൽ നീയും മലരും ഞാൻ പറയുന്നിടത്ത് വന്നോളണം. ഞാൻ പറയുന്നത് അനുസരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ സിദ്ധുവിനെ എൻ്റെ കൈ കൊണ്ട് ഞാൻ കൊല്ലും. അവൻ്റെ ബോഡി ഏതെങ്കിലും ഏരിയയിൽ തൂക്കിയിട്ടിട്ട് പോവും. അപ്പോൾ ചന്ദ്രിക, എടാ അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ. നിനക്ക് ഞാനല്ലേ വേണ്ടത്, ഞാൻ വന്നോളാം. അപ്പോൾ മഹേഷ്, ഇങ്ങോട്ട് നോക്ക്. നീ മാത്രമല്ല മലയറിനെയും കൂട്ടിയിട്ട് വരണം. അവൾ അത് കേട്ട് കരഞ്ഞുകൊണ്ട് മിണ്ടാതെ നിന്നു. അപ്പോൾ മഹേഷ് അപ്പുറത്തുനിന്ന്, ഏയ് എന്താ ആലോചിക്കുന്നേ? അപ്പോൾ ചന്ദ്രിക, ശരി, ഞാൻ മലയറിനെയും കൂട്ടി വന്നോളാം. എവിടെയാ വരണ്ടെന്ന് പറ. നിന്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമില്ലേ, അതിൻ്റെ അടുത്ത് ഒരു ഒമ്നി വാൻ ഉണ്ടാവും. നിങ്ങൾ അതിൽ പോയി കയറ്. നിങ്ങൾ വരേണ്ട ഇടത്ത് അത് വന്നോളും. ശരി, വന്നോളാം. അപ്പോൾ മഹേഷ്, ദേ ഇങ്ങോട്ട് നോക്ക്. ഈ കാര്യം നീ മഹേന്ദ്രൻ്റെ അടുത്തോ അല്ലെ വേറെ ആരുടെത്തെങ്കിലും പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് നിന്റെ സിദ്ധാർത്ഥ് ജീവനോടെ ഉണ്ടാവില്ല. അവൻ്റെ തലയെടുത്ത് നിനക്ക് പാർസൽ അയച്ചു തരും. അത് കേട്ട് ചന്ദ്രിക തരിച്ചു നിന്നുപോയി. അപ്പോൾ കരഞ്ഞുകൊണ്ട് ചന്ദ്രിക പറഞ്ഞു, എടാ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അദ്ദേഹം നിനക്ക് എന്ത് പാപമാടാ ചെയ്തത്? അദ്ദേഹത്തെ എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ മേലെ ഒരു ചെറിയ മുറിവുണ്ടെന്ന് വെച്ചോ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. അപ്പോൾ മഹേഷ്, ആദ്യം നീ മലയറിനെയും കൂട്ടിയിട്ട് വാ. അപ്പോൾ ഞാൻ അവനെ ഒന്നും ചെയ്യില്ല. പക്ഷേ നീ വരുന്നത് ആരോടെങ്കിലും പറഞ്ഞാൽ അതിനുശേഷം സിദ്ധാർത്ഥിനെ നീ ജീവനോടെ കാണില്ല. ഓർമ്മയിൽ വെച്ചോ. അതും പറഞ്ഞ് മഹേഷ് കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. ചന്ദ്രിക സഹിക്കാനാവാതെ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. അവൾ മനസ്സിലോർത്തു, ആ ദുഷ്ടൻ സിദ്ധാർത്ഥ് സാറിനെ പിടിച്ചു വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നു. ഞാനിനി എന്താ ചെയ്യുക ഈശ്വര? ഞാൻ ആലോചിച്ച് നിൽക്കുന്ന ഓരോ നിമിഷവും സിദ്ധു സാറിന് ആപത്തായിരിക്കും. എങ്ങനെയെങ്കിലും മലരിനെയും കൂട്ടിയിട്ട് അവൻ പറഞ്ഞിടത്തേക്ക് പോവണം. അവൾ കണ്ണുകളൊക്കെ തുടച്ച് മലരിനെ കൂട്ടാൻ വേണ്ടി പോയി. വീട്ടിലാകട്ടെ മലരിനെ കൊഞ്ചിക്കുകയായിരുന്നു മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും. അടുത്ത് മുത്തശ്ശനും ഉണ്ട്. അവൾക്ക് കഴിക്കാൻ സ്വീറ്റ്സ് കൊടുക്കുകയായിരുന്നു ലക്ഷ്മി അമ്മ. ചന്ദ്രിക പേടിയോടെ മഹേഷിൻ്റെ വാക്ക് മനസ്സിലോർത്ത് അങ്ങോട്ടേക്ക് വന്നു. അവൾ അകത്ത് കയറിയപ്പോൾ മഹേന്ദ്രൻ സാറിൻ്റെ മടിയിൽ മലരിനെ കണ്ടു. എന്തു പറയണമെന്നറിയാതെ അവൾ അവിടെ തന്നെ പകച്ചു നിന്നു. അപ്പോഴാണ് ലക്ഷ്മി അമ്മ അവളെ കണ്ടത്. അപ്പോൾ ചന്ദ്രിക കരയുകയായിരുന്നു. ചന്ദ്രികേ, ഇങ്ങോട്ട് വാ. ചന്ദ്രിക അവർക്കടുത്തേക്ക് വന്നു. ലക്ഷ്മി അമ്മ സന്തോഷത്തോടെ പറഞ്ഞു, ചന്ദ്രിക ഇതാ ഗുലാബ് ജാം കുറച്ച് കഴിക്കൂ. വേണ്ട അമ്മേ, അതൊന്നും വേണ്ട. അപ്പോൾ മഹേന്ദ്രൻ സാറ് പറഞ്ഞു, സിദ്ധാർത്ഥ് തിരിച്ചു വരുമല്ലേ, അതിൻ്റെ സന്തോഷത്തിനാ. മലരിനെ സ്വീറ്റ് കൊടുത്ത് ആഘോഷിക്കുകയാണ്. വാ, നീയും കഴിക്കൂ സ്വീറ്റ്സ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോറാം സാർ. ചന്ദ്രിക മനസ്സിൽ ഇങ്ങനെ ഓർത്തു, സിദ്ധു സാറിനെ മഹേഷ് പിടിച്ചുകൊണ്ടുപോയത് മഹേന്ദ്രൻ സാറിനോട് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? മഹേന്ദ്രൻ സാറിനോട് പറഞ്ഞാൽ സിദ്ധു സാറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. അവൾ മഹേന്ദ്രൻ സാറിനെ വിളിച്ചു. സാർ. ആ സാർ, ഒരു സീരിയസ് ആയ ഒരു കാര്യം പറയണമായിരുന്നു. ആ നേരത്ത് ലക്ഷ്മി അമ്മ മലയറിന് സ്വീറ്റ്സ് കൊടുക്കുമ്പോൾ അത് മഹേന്ദ്ര സാറിൻ്റെ ദേഹത്തായി.
നോക്കി ചെയ് ലക്ഷ്മി, മഹേന്ദ്രൻ സാർ പറഞ്ഞു. അയ്യോ സോറി ഏട്ടാ. മലർ ഒന്ന് എഴുന്നേൽക്ക് മോളെ എന്നും പറഞ്ഞ് മഹേന്ദ്രൻ സാറ് അത് വാഷ് ചെയ്യാൻ പോയി. ആ നേരം ചന്ദ്രികയ്ക്ക് പിന്നെയും കോൾ വന്നു. അവൾ പേടിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുപുറത്ത് ദേഷ്യത്തോടെ മഹേഷ്. നോക്ക്, എൻ്റെ ആളുകൾ നിന്നെയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് നീയും മലരും ആ ഒമ്നി വണ്ടിയിലേക്ക് കയറിക്കൊള്ളണം. ഇല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ ആടിനെ അറക്കും പോലെ അറുത്ത് കളയും ഞാൻ. ചന്ദ്രിക അത് കേട്ട് പേടിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. ചന്ദ്രിക മലറിനെയും കൊണ്ട് സ്കൂട്ടിയിൽ ഒരിടത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ മലർ ചോദിക്കുന്നു, എവിടെയാ അമ്മ പോകുന്നത് നമ്മൾ? മറുപടിയായി ചന്ദ്രിക കരയുകയാണ്. അപ്പോൾ മലര്, എന്തിനാ അമ്മ കരയുന്നേ? ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ മലരിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അപ്പോൾ അവർക്കടുത്തുള്ള ഒമ്നി വാനിൻ്റെ ഡോർ തുറന്നു. അതിലേക്ക് ചന്ദ്രിക മലരിനെയും കയറ്റി അവളും കയറി. വണ്ടി മുന്നോട്ടേക്ക് നീങ്ങി. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ നല്ലൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ.